ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പേൾ റിവർ, ഈഥലിൻ ഓക്സൈഡ്, ലാമ 3, ഭ, അമെൻമെന്റ് ടു ഇന്ത്യ മൗറീഷ്യസ് ട്രീറ്റി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേൾ റിവറിനെ കുറിച്ചാണ്. ഈ പേൾ റിവറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സദേൺ ചൈനയിൽ ഈ പേൾ റിവർ ഡെൽറ്റയിലുള്ള ചില മേഖലകളിൽ ഒരു ഫ്ലഡ് നടന്നതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേൾ റിവർ എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ചൈനയിലുള്ള പ്രധാനപ്പെട്ട ഒരു റിവർ സിസ്റ്റമാണ്. പേൾ റിവർ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഇത് കൂടാതെ ഈ പേൾ റിവർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറിയുടെ പേരും പേൾ റിവർ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പേൾ റിവർ സിസ്റ്റത്തെ കുറിച്ചാണ്. ആസ് എ റിവർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ മൂന്നാമത്തെ നീളം കൂടിയ റിവർ സിസ്റ്റമാണ്, അല്ലെങ്കിൽ റിവറാണ് പേൾ റിവർ എന്ന് പറയുന്നത്. ചൈനയിലുള്ള യാങ്സെ അതുപോലെ തന്നെ യെല്ലോ റിവേഴ്സ് ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലോങ്സ്റ്റ് റിവർ സിസ്റ്റം ആണിത്. ഇത് കൂടാതെ ഇൻ ടേംസ് ഓഫ് വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് വെള്ളം ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ രണ്ടാമത്തെ വലിയ റിവർ സിസ്റ്റമാണ് പേൾ റിവർ എന്ന് പറയുന്നത്. ഇത് ചൈനയിലെ മെയിൻലാൻഡിലൂടെ ഒഴുകിയിട്ട് സൗത്ത് ചൈന സീയിലാണ് ഇത് അവസാനിക്കുന്നത്. ഇനി ചൈനയിലെ പ്രധാനപ്പെട്ട ചില പ്രൊവിൻസസിന്റെ, എസ്പെഷ്യലി സദേൺ ചൈനയിൽ വരുന്ന ഗാങ്ഡോങ്, അതുപോലെ തന്നെ ഒരു ഗ്വാൻഷി എന്നൊക്കെ പറയുന്ന പ്രൊവിൻസ് ഉണ്ട്. ഈ പ്രൊവിൻസസിന്റെ ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഡ്രെയിനേജ് പ്രധാനമായിട്ടും പോകുന്നത് ഈ രണ്ട് പ്രൊവിൻസസിലൂടെയാണ്. അപ്പോൾ ഈ പേൾ റിവറിന്റെ വാട്ടർ ക്യാരി ചെയ്യുന്ന ആ ഒരു ഏരിയ മൊത്തത്തിൽ അറിയപ്പെടുന്നത് പേൾ റിവർ ഡെൽറ്റ എന്നുള്ള പേരിലാണ്. ഇനി ഇത് കൂടാതെ ചൈനയിലെ യുനാൻ പ്രൊവിൻസ്, അതുപോലെ തന്നെ ഗൊയ്സോ പ്രൊവിൻസ്, ഹുനാന്, അതുപോലെ തന്നെ ജിയാങ്സി എന്നൊക്കെ പറയുന്ന പ്രൊവിൻസസിലേക്കും ഈ പേൾ റിവറിന്റെ ചില ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പേൾ റിവറിന്റെ പ്രധാനപ്പെട്ട ഒരു 3 ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ളത് സി, അതുപോലെ ബേ, ഡോങ് എന്ന് പറയുന്ന 3 റിവേഴ്സ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ചൈന കൂടാതെ നോർത്ത് ഈസ്റ്റേൺ വിയറ്റ്നാമിലും ഈ പേൾ റിവറിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഈഥലിൻ ഓക്സൈഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈഥലിൻ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈഥലിൻ ഓക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈഥലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള, അതായത് തീ പിടിക്കുന്ന കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും, അതായത് ഒരു അണുനാശനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫമിംഗന്റ്, സ്റ്റെറിലൈസിങ് ഏജന്റ്, അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ്, ഒരു കെമിക്കലാണ് ഈഥലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് മെഡിക്കൽ എക്യുപ്മെന്റുകളുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്പൈസസിലുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷന് വേണ്ടിയിട്ടുമാണ് ഇത് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഈഥലിൻ ഓക്സൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഹൈലി കാർസിനോജനിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അതല്ലെങ്കിൽ ക്യാൻസറിന് വലിയ ഇതിൽ കാരണമായേക്കാവുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കെമിക്കലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഈ ഈഥലിൻ ഓക്സൈഡിനെ ഒരു ഗ്രൂപ്പ് 1 കാർസിനോജൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫുഡ് ഐറ്റംസിനകത്ത് ഇത് ഉപയോഗിക്കുന്നതിന് നിലവിൽ നിരോധനം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ലാമ 3 ആണ്. ഈ ലാമ 3 എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ഇപ്പോൾ പുതുതായിട്ട് മെറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഈ ലാമയുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ മെറ്റ AI എന്നാണ്. ഇത് ബേസിക്കലി ലാമ എന്ന് പറയുന്നത് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ വരുന്ന മെറ്റ AI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡലിൽ പെടുന്ന ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലാർജ് ലാംഗ്വേജ് മോഡൽസിനെയാണ് ലാമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ലാമ 3.8B എന്ന് പറയുന്നത് മറ്റുള്ള AI അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പൺ സോഴ്സ് AIസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം പവർഫുൾ ആണെന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്ട്രൽ 7B, അതുപോലെ തന്നെ ഗമ 7B എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലൊക്കെ പവർഫുൾ ആണെന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന ഇവാലുവേഷൻസിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടി അവരൊക്കെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ പവർഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെറ്റ കമ്പനി ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് ലാമ 3 എന്ന് പറയുന്നത് ഈ ലാമ 2 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വേർഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഈ പോസ്റ്റ് ട്രെയിനിങ് പ്രോസസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള, കോഡ് ജനറേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡലാണെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് ഈ ജനറേറ്റീവ് AI ഈ AIക്കകത്ത് വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള AI ആണ് ജനറേറ്റീവ് AIs എന്ന് പറയുന്നത്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് വരുന്ന ഒരു സ്പെസിഫിക് ക്ലാസ് ഓഫ്
ജനറേറ്റീവ് AIs ആണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ ലൈക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു AI മോഡലാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ AIയുടെ GPT ആണ്, അല്ലെങ്കിൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഭ എന്ന് പറയുന്ന പുതുതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഷൂവിൻ്റെ സൈസ് മെഷർമെൻറ്റിന് വേണ്ടി വരാൻ ചാൻസ് ഉള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. വൈ എ സർവേ വാസ് ഹെൽഡ് ടു ഡിവൈസ് എ ന്യൂ ഫുട്വെയർ സൈസിങ് സിസ്റ്റം ഫോർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ നിലവിൽ നമ്മുടെ ഫുട്വെയറിൻ്റെ ഇപ്പോൾ ഷൂസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഫുട്വെയറിൻ്റെ ഒക്കെ സൈസിങ് കണക്കാക്കുന്നത് ഒന്നല്ലെങ്കിൽ US-ൻ്റെയോ അല്ലെങ്കിൽ UK-യുടെയോ മെഷർമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് പകരം ഇന്ത്യയുടേതായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഓക്കെ, കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണിത്, ഒരു നാഷണൽ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഫുഡ് സൈസ് എന്ന് പറയുന്നത് യൂറോപ്യൻസുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നിലവിലുള്ളതുകൊണ്ട് ഈ സാധാരണഗതിയിൽ പറയാം ഇന്ത്യക്കാരുടെ ഫുഡ് എന്ന് പറയുന്നത് ഈ യൂറോപ്പിലും അതുപോലെ തന്നെ US-ലും ഒക്കെ ഉള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വീതി കൂടുതലാണെന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലോ അല്ലെങ്കിൽ US സ്റ്റാൻഡേർഡ്സിലുള്ള മെഷർമെൻ്റ് ഉള്ള ഫുട്വെയർ ധരിക്കുന്ന സമയത്ത് നമുക്ക് സൈസ് കൂടിയ ഫുട്വെയർ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫീറ്റ് സൈസ് ഫോർ ഇന്ത്യൻസ്, ഒരു സ്റ്റാൻഡേർഡ് ഫീറ്റ് സൈസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സൈസിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഭ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഈ ഭ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഫുട്വെയർ എന്ന് പറയുന്നത് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സർവേയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് DPIITക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇനി ഈ പറയുന്ന DPIIT ഈ പറയുന്ന സർവേ ഡീറ്റെയിൽസും അവരുടെ റെക്കമെൻഡേഷനും ഒക്കെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന് കൈമാറ്റിയിട്ടുണ്ട്. അവരാണ് ബേസിക്കലി ഇത്തരത്തിലുള്ള സൈസിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭ എന്നുള്ള സംഭവം നിലവിൽ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള UK, യൂറോപ്യൻ ആൻഡ് US സൈസിങ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ്ങിന് ഈ ഭ സിസ്റ്റം നിലവിൽ വരും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അമെൻമെൻറ്റ്സ് ടു ദി ഇന്ത്യ മൗറീഷ്യസ് ട്രീറ്റിയെക്കുറിച്ചാണ്. സോ നമ്മുടെ ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിനെ റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മൗറീഷ്യസും കൂടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടുള്ളതായിട്ടൊരു വാർത്ത കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പേയിങ് ദെയർ ഫെയർ ഷെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് മൗറീഷ്യസുമായിട്ടുള്ള ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റിനകത്ത് വരുന്ന മാറ്റം ഇത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൗറീഷ്യസ് ഈവൻ വളരെ ചെറിയ ഒരു ടൈനി ഐലൻഡ് നേഷൻ ആണെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത് മൗറീഷ്യസ് ആണ്. അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഔട്ട്വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റിന്, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ കൂടിയാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ മൗറീഷ്യസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ഇതൊരു ടാക്സ് ഹെവനായിട്ട് വർക്ക് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്നുള്ള ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മൗറീഷ്യസിലേക്ക് കമ്പനികൾ അല്ലെങ്കിൽ മൗറീഷ്യസിൽ നിന്ന് FDI വരുന്നത്, ഈ പറയുന്ന ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ടാക്സ് എവേഷൻ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടെന്നുള്ള ആരോപണങ്ങൾ ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഈ ട്രീറ്റിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അയാളൊരു പെർട്ടിക്കുലർ രാജ്യത്തിലെ റെസിഡൻറ്റും അയാൾക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ഒരാൾ അയാൾക്ക് അമേരിക്കയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയതുകൊണ്ട് ഇന്ത്യയിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അമേരിക്കയിൽ ആ വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെയും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെയിം ഇൻകത്തിൻ്റെ മുകളിൽ രണ്ട് സ്ഥലത്ത് ടാക്സ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ
ഇത് ഇത്തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ആൾക്കാർ ചിന്തിക്കും, എന്തിനാണ് ഞാൻ 2 സ്ഥലത്ത് സെയിം എമൗണ്ടിന് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾക്കിടയിൽ സൈൻ ചെയ്യപ്പെടുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ 2 ടാക്സ് ജൂറിസ്ഡിക്ഷനിലും സെയിം റവന്യൂവിന്റെ മുകളിൽ അല്ലെങ്കിൽ സെയിം എമൗണ്ടിന്റെ മുകളിൽ ടാക്സേഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. പക്ഷേ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിനകത്തുള്ള ഒരു ലൂപ്പ് ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ചിന്തിക്കുക, ഈ 2 ടാക്സ് ജൂറിസ്ഡിക്ഷനകത്ത് ഒരിടത്ത് വലിയ ഇതിൽ ടാക്സ് കുറവാണെന്ന് വെച്ചു. അപ്പോൾ അമേരിക്കയിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 1%, ഇന്ത്യയിൽ 10% വെച്ചോ. അപ്പോൾ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ പ്രൊവിഷൻസ് മിസ്യൂസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്യാം, അവർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വരുമാനം കൂടി അമേരിക്കയിൽ ഉണ്ടാക്കിയതാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ലൂപ്പ് ഹോൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അമേരിക്കയിൽ 1% ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ത്യയിൽ അടക്കേണ്ട 10%-ന് പകരം അവിടെ 1% അടച്ചാൽ മതി. അപ്പോൾ 9% അവർക്ക് ലാഭമാണ്. ഇന്ത്യക്ക് ഒരു ഇതിൽ അതൊരു ടാക്സ് ലോസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയാം. ഇത് രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഷേഴ്സ് ഇപ്പോൾ OECD ഒക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് ഈ OECD ആണ് പ്രധാനമായിട്ടും ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ OECD ഒക്കെ കണക്കുകൾ അനുസരിച്ച് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് അവരുടെ രാജ്യത്തിന്റെ വരുമാനത്തിന് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂവിന് പ്രധാനമായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ടാക്സിനെയാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സിനകത്ത് ഇത്തരത്തിലുള്ള ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകൾ ടാക്സ് വെട്ടിക്കുന്ന സമയത്ത്, അതായത് അവർ കംപ്ലീറ്റ്ലി ടാക്സ് വെട്ടിക്കല്ല ചെയ്യുന്നത്, അവർ ഈ ടാക്സ് കുറവുള്ള ജൂറിസ്ഡിക്ഷനിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ഒക്കെ പ്രൊവിഷൻസിനെ മിസ്യൂസ് ചെയ്തിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം 100 തൊട്ട് 240 ബില്യൺ ഡോളർ വരെ ഒരു വർഷത്തിൽ ഇത് കാരണം ടാക്സ് ലോസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പല രാജ്യങ്ങളുമായിട്ടും ഇത്തരത്തിൽ സൈൻ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ടാക്സ് ഹെവൻസ് ആയിട്ട് കണക്കാക്കുന്ന വളരെയധികം കുറഞ്ഞ ടാക്സ് ഉള്ള ജൂറിസ്ഡിക്ഷൻസുമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് സൈൻ ചെയ്തിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇന്ത്യ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മൗറീഷ്യസുമായിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റും ഇന്ത്യ അമെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൗറീഷ്യസുമായിട്ട് ഇപ്പോൾ പുതുതായിട്ട് അമെൻഡ് ചെയ്തിട്ടുള്ള ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ പുതിയ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ മേജർ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിങ്ങിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ കേർട്ടേൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന്റെ അമെൻമെന്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഇതിനകത്തൊരു പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്ത്യക്കും മൗറീഷ്യസിനും ഇടയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാക്സ് അതോറിറ്റീസിന്റെ ഇടയിൽ വരുന്ന ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് അതിന് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് അവർ പാസ്സായിരിക്കണം. അതായത് ഇവർ ഇത്തരത്തിൽ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ പ്രൊവിഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മൗറീഷ്യസിലൊക്കെ ടാക്സ് പേ ചെയ്യുന്നത് അവരൊരു ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല എന്ന് അവർ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ എന്നാൽ മാത്രമേ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കിട്ടുള്ളൂ. രണ്ടാമതായിട്ട് ഒരു റെസിഡൻസി സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു നേരത്തെ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ. ഇപ്പോൾ അത് മാത്രം പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെയുള്ള കേസിൽ ഈ ഒരു ടാക്സ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, മൗറീഷ്യസിൽ നിന്നുള്ള ഒരു ടാക്സ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ്സ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ അതോറിറ്റീസ്, അതായത് ഇന്ത്യയിലുള്ള ടാക്സ് അതോറിറ്റീസ് ഈ പറഞ്ഞിട്ടുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൂടാതെ ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് ഈ ടാക്സ് പേ ചെയ്തതിന്റെ പർപ്പസ് കൃത്യമായിട്ട് ആക്ച്വൽ പേർപ്പസ് ഈ ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ബോഡീസിന് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഒരു ആന്റി അവോയ്ഡൻസ് ഫോക്കസ് ആണ്. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രീറ്റി ബെനിഫിറ്റ്സിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ടാക്സ് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബേസിക് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ ട്രീറ്റിക്കകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറയുക ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഈ ട്രീറ്റിയുടെ പ്രൊവിഷൻസിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ ടാക്സ് റേറ്റ് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, ലോവർ ടാക്സ് റേറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആ സ്ഥലങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് നടത്തുക എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റി ഷോപ്പിങ്ങിനെ ഇത് മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രീറ്റിയുടെ പ്രിയാമ്പിളിനകത്ത്, ഈ ട്രീറ്റിയുടെ ആമുഖത്തിനകത്തും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന്
ഈ ട്രീറ്റിയുടെ ആമുഖത്തിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രീറ്റിയുടെ പർപ്പസ്, ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ടാക്സേഷൻ കുറക്കാനോ അല്ലെങ്കിൽ ടാക്സേഷൻ ഇല്ലാതാക്കാനോ എന്നല്ല, അല്ലെങ്കിൽ ടാക്സേഷൻ അവോയ്ഡൻസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടല്ല ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഓൾറെഡി ഉള്ള ഇപ്പോൾ OECD ഒക്കെ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് പോലുള്ള പ്രോഗ്രാം പോലുള്ള മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കൂടെ പോകുന്ന അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ബ്രോഡർ അപ്ലിക്കേഷനുള്ള പൊട്ടൻഷ്യലും ഈ ഒരു പുതിയ അമെൻമെന്റിനുണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് ഈ പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ മറ്റുള്ള ടാക്സ് ട്രീറ്റീസിലും, അതായത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ടാക്സ് ട്രീറ്റീസിലും ഇന്ത്യ ഇനി മുതൽ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.